സമയം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം കൂടുതലും കർമ്മരംഗത്ത് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക. വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ മടിയും അലസതയും ഉണ്ടാകും. പരീക്ഷയിൽ നമ്മൾ എത്ര തന്നെ ആത്മാർത്ഥമായി പഠിച്ച് പരീക്ഷ എഴുതിയാലും നമുക്ക് എഴുതിയിട്ട് നമ്മൾ വന്ന് പറയും ഞങ്ങൾക്കൊരു 95% മാർക്ക് കിട്ടും, അത്രയ്ക്ക് എളുപ്പമായിരുന്നു എഴുതിയെന്ന് പറയും. എന്നാൽ റിസൾട്ട് വരുമ്പോഴേക്കും 75% മാർക്കേ കാണുകയുള്ളൂ. അങ്ങനെ നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നതിൽ നിന്നും പുറകിലോട്ട് പോവുക, ഉറക്ക കൂടുതൽ, എന്ത് കാര്യമായാലും നാളത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നൊരവസ്ഥ, ഇതെല്ലാം നമുക്ക് ഈ ഒരു കാലയളവിൽ ഈ ഒരു 2.5 വർഷ കാലഘട്ടം നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. ഇതിനുള്ള പരിഹാരം എന്ന വണ്ണം നിങ്ങളുടെ വീടിനടുത്തുള്ള തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ശാസ്താ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശനീശ്വര ദേവക്ഷേത്രത്തിലോ ദർശനം നടത്തുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതത്തോടു കൂടി, അതായത് നോൺ വെജ് എല്ലാം ഉപേക്ഷിച്ച് വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് വ്രതത്തോടു കൂടി ഭഗവാന്റെ നാമങ്ങളെല്ലാം ജപിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയും പുഷ്പാഞ്ജലി അർപ്പിക്കുകയും നീരാഞ്ജനം അർപ്പിക്കുകയും എല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ ശനിദോഷത്തിനൊരു മാറ്റം തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും.